കൃത്യമായി രമേശ് ചെന്നിത്തല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് VD സതീശൻ്റെ മന്ത്രിസഭയിൽ അംഗമാവുകയില്ല. അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായിരുന്ന CLP മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല. അതായത് VD സതീശിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ലെറ്റർ അദ്ദേഹം കൈമാറി. ഇതുമായി ബന്ധപ്പെട്ട് ഉറപ്പായിട്ടും 1-2 ദിവസത്തിനുള്ളിൽ പല ഓഫറും പാക്കേജുകളും രമേശ് ചെന്നിത്തലയെ സമാധാനിപ്പിച്ച് VD സതീശൻ മന്ത്രിസഭയിൽ കൊണ്ടുവരാനുള്ള പ്രവർത്തനം നടക്കും. അതിൽ ചിലപ്പം പോർട്ട്ഫോളിയോ മാത്രമൊന്നും ആയിരിക്കത്തില്ല, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പോസ്റ്റ് ഇതൊക്കെ ഓഫർ ചെയ്താൽ മാത്രമേ അദ്ദേഹം ഈ മന്ത്രിസഭയിൽ വരുവാനുള്ള വഴിയുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, തൽക്കാലത്തേക്ക് കോൺഗ്രസ് പാർട്ടിയുടെ MLA ആയിട്ട്, അതായത് മനസ്സിലാക്കണം എവിടെയായിരിക്കും അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ. അതായത് VD സതീശൻ KSU നേതാവായിരുന്ന സമയത്ത് KSU നേതാവായിട്ട് യൂണിറ്റ് പ്രസിഡൻറ്റും ആ രീതിയിൽ കോളേജ് യൂണിയനിൽ മത്സരിക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ മന്ത്രിയാണ്, എത്രയും ചെറുപ്പക്കാരനായ മിനിസ്റ്ററാണ്. അപ്പം രാഷ്ട്രീയത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. രമേശ് ചെന്നിത്തല അനുയായികളായിരുന്നു ഈ KC വേണുഗോപാലും VD സതീശനും. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ രമേശിനെ വെട്ടിയതാരാണ്? KCയും സതീശനും ചേർന്നാണ് രമേശിനെ വെട്ടിയത്. അവസാനം 2026 സതീശൻ KCയെ വെട്ടി ഈ പറയുന്ന മുസ്ലിം ലീഗിനെ, ഈ കോൺഗ്രസിൻ്റെ ഈ പറയുന്ന പ്രതിഷേധം ഉയർത്തി. അതാണ് രാഷ്ട്രീയത്തിൽ നമ്മളെ പ്രഡിക്ഷൻ ഒന്നുമല്ല, എന്തും എപ്പോഴും സംഭവിക്കാം. സുഹൃത്തുക്കൾ ഏറ്റവും വലിയ ശത്രുക്കളാകാം, പെർമനൻ്റ് ശത്രുക്കളില്ല. ഈ പറയുന്ന ശത്രുക്കൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. അതാണ് രാഷ്ട്രീയം. ഞാൻ ആ ടോപ്പിക്കിലോട്ടല്ല പോകുന്നത്. അപ്പോൾ ഫർദർ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും രമേശിൻ്റെ ചോദ്യചിഹ്നമാണ്. അതായത് രമേശ് ചെന്നിത്തലയ്ക്ക് വളരെ കൃത്യമായിട്ടറിയാം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇനിയും രമേശ് ചെന്നിത്തലയ്ക്ക് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല. അപ്പോൾ ഒരു സാധാരണ MLA ആയിട്ട് അദ്ദേഹം തുടരുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു എംബാരസ്മെൻറ്റും വലിയൊരു ഹ്യൂമിലിയേഷനാണ് ഈ സംഭവം. അത് ചെറിയ സംഭവമൊന്നുമല്ല. അപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് നാൾ MLA ആയിട്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഏകദേശം 3-4 പേര്, അതിൻ്റെ അകത്തൊന്ന് അൻവർ സാദത്താണ് വർഷങ്ങളായിട്ട് ആലുവ MLA ആയുള്ള കൂടെ നിൽക്കുന്നത്. പിന്നീടുള്ള TJ വിനോദ്, പിന്നീട് ഈ പറയുന്ന ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരത്തു നിന്നുള്ള. അതിനകത്ത് അൻവർ സാദത്തിൻ്റെ പേര് അദ്ദേഹം മന്ത്രിയാക്കാം. ചിലപ്പോൾ ചോദിക്കുമ്പോൾ അൻവർ സാദത്തിനെ ആയിരിക്കും രമേശ് ചെന്നിത്തല പ്രിഫർ ചെയ്യുന്നത് മന്ത്രിയാക്കാൻ. അപ്പോൾ അൻവർ സാദത്ത് മന്ത്രിയാകുന്നു. അതിനുശേഷം രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം അദ്ദേഹത്തിന് പവർ ഇല്ലാതെ ഈ പറയുന്ന 3-4 MLA-മാരുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഗ്രാജുവൽ പ്രോസസ്സിൽ ഇവരെല്ലാവരും സതീശൻ്റെ ആൾക്കാരാകും, അല്ലെങ്കിൽ അപ്പുറത്ത് KC വേണോ. കാരണം പവർ പൊളിറ്റിക്സിലാണ് കോൺഗ്രസിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. കാരണം പവറില്ല. ഒരു സാധാരണ MLA-യുടെ കൂടെ ഈ പറയുന്ന MLA-മാർ നിൽക്കുകയില്ല. അപ്പം അടുത്ത ഓപ്ഷൻ എന്താ രമേശ് ചെന്നിത്തലയുടെ? ഇതാണ് ചോദ്യം. അതായത് രമേശ് ചെന്നിത്തലയ്ക്ക് നേരത്തെ അങ്ങനെ ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ കേരളത്തിലെ പൊളിറ്റിക്സിനകത്ത് ഇപ്പം കോൺഗ്രസ് വിട്ടാൽ CPM, അല്ലെങ്കിൽ CPM പിന്നെ എവിടെ ഇല്ല, അല്ലെങ്കിൽ തിരിച്ചു വരണം. പക്ഷെ ഇന്നത്തെ സ്ഥിതി അങ്ങനല്ല. കാരണം 2026 ഇലക്ഷനിൽ 3ഓളം സീറ്റാണ് BJPക്ക് കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് 2 പേര് ഈഴവ കമ്മ്യൂണിറ്റി, ഒന്ന് രാജീവ് ചന്ദ്രശേഖർ നായർ കമ്മ്യൂണിറ്റി. ഇതാണ് അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്ന 3 സീറ്റുകളാണ്. ചെറിയ ഭൂരിപക്ഷമേ ഉള്ളൂ. അവരാണ് ജയിച്ചിരിക്കുന്നത്. അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജും കുറഞ്ഞു. ഏകദേശം 10.11% മാത്രമേ ഉള്ളൂ. പക്ഷേ രമേശ് ചെന്നിത്തല BJPയിലോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈസി ആയിട്ടൊരു ക്യാബിനറ്റ് മന്ത്രിയാകാം. അതായത് എങ്ങനെയാകാം? ഇപ്പോൾ കേരളത്തിൽ നിന്ന് 2 എണ്ണമാണ് കേന്ദ്ര BJP കൊടുത്തിരിക്കുന്നത്. ഒന്ന് ജോർജ് കുര്യനും, ഒന്ന് ഈ പറയുന്ന സുരേഷ് ഗോപിക്ക് മന്ത്രിയാകാനുള്ള താല്പര്യമൊന്നുമില്ല. അപ്പം സുരേഷ് ഗോപിക്ക് മന്ത്രിയാകാനുള്ള താല്പര്യമില്ല, MP മാത്രമായിരുന്നാൽ മതി. ഇപ്പം രമേശ് ചെന്നിത്തല നായർ കമ്മ്യൂണിറ്റിയാണ്, NSSൻ്റെ വലിയ ബാക്കപ്പും ഉണ്ട്.
അത് വലിയ ക്രൂഷ്യലാണ് ഈ പറയുന്നത്. ഇപ്പം NSSന്റെ ബാക്കപ്പ് ഉണ്ട്. ഈ രമേശ് ചെന്നിത്തല നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്ന് രാജ്യസഭ MP ആയിട്ട്, അതിന് BJPയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഈസിയാണ്. അതായിട്ട് കേന്ദ്ര ക്യാബിനറ്റിൽ രമേശ് വരും. ഏകദേശം 2.5-3 വർഷം അദ്ദേഹത്തിന് ക്യാബിനറ്റ് മന്ത്രിയായിട്ടിരിക്കാം. ഇപ്പം ഈ പറയുന്ന രമേശ് ചെന്നിത്തല കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ സൈഡാണ്, അവിടെ നിന്നും ഈ BJPയിലോട്ട് പോകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ചെറിയ ആൾക്കാർ പോകുന്ന പോലെ അല്ല രമേശ് ചെന്നിത്തല പോകുന്നത്. അതായത് അതിന് വലിയൊരു വോളിയമുണ്ട്, അതിന് വലിയ അർത്ഥങ്ങളുണ്ട്. കാരണം BJP എന്ന് പറഞ്ഞ പാർട്ടി അയാളെ 2 കൈയും നീട്ടി സ്വീകരിക്കും, ഈ പറയുന്ന പോസ്റ്റിലോട്ട് വരികയും ചെയ്യും. ഇത് കോൺഗ്രസ്സിന് കിട്ടുന്ന അടിയെന്ന് പറയുന്ന, ഈ ലീഗിൻ്റെ കൂടെ ഈ പരിപാടിക്ക് പോകുമ്പോൾ ഈ പറയുന്ന നായർ കമ്മ്യൂണിറ്റി എൻറ്റയറായിട്ട്, അതായത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തിരിയും. ഇതാണ് ഉണ്ടാകുന്നത്. ഇതാണ് സതീശനും ഈ മുസ്ലിം ലീഗ് കാണുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വരാൻ പോകുന്ന സമയത്ത്. എനിക്ക് തോന്നുന്നത് രമേശ് ചെന്നിത്തല ഏതെങ്കിലും മന്ത്രിയാകും, ചിലപ്പോൾ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അതേപോലെ ഒരു പോർട്ട്ഫോളിയോ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം സ്വീകരിച്ചേക്കാം. പക്ഷെ അതിനുള്ള പോസിബിലിറ്റി കുറവാണ്. ഒരു സാധാ MLA ആയിട്ട് രമേശ് ചെന്നിത്തല ഇരിക്കത്തില്ല. കാരണം അദ്ദേഹത്തിന് മറ്റുള്ള ഓപ്ഷനുണ്ട്. അപ്പുറത്ത് BJPയിലോട്ട് പോയാൽ മതി. കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന് അറിയാം, ജീവിതത്തിൽ അദ്ദേഹത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ സാധിക്കില്ല. ഓപ്ഷൻ ഓപ്പണാണ്. അതോടുകൂടി കേരള പൊളിറ്റിക്സിൽ അതേപോലെ വലിയൊരു മാറ്റം അങ്ങുണ്ടാകും. അതായത് ഭൂരിപക്ഷമായ ഹിന്ദു കമ്മ്യൂണിറ്റി ഒരു വലിയ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. അതായത് ലീഗാണ് കേരളം ഭരിക്കുന്ന കോൺഗ്രസിനെ ഭരിക്കുന്നത്. രമേശ് ചെന്നിത്തല പോക്കത്, അയാൾ പോകുമ്പോൾ അയാളുടെ കൂടെ നിൽക്കുന്ന പല ആൾക്കാരുണ്ട്, ചെറുതായിട്ടല്ല, ചെറുതും വലുതുമായിട്ടുള്ള മറ്റുള്ള ആളുകളുമുണ്ട്. അതിൻ്റെ അകത്ത് പല ക്രൈസ്തവരുമുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇന്നുള്ള കേരളത്തിലെ BJP ലീഡേഴ്സിനേക്കാളും നല്ല ബന്ധവുമുണ്ട്. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയാണെങ്കിലും കാത്തലിക് സഭയാണെങ്കിലും മലങ്കര കാത്തലിക് ആണെങ്കിൽ ഇവരുമായിട്ട് നല്ല ബന്ധമുണ്ട് രമേശിന്. അപ്പം അങ്ങനെ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് BJPക്ക് ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇതെല്ലാം കൂടെ വെൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. പുറത്ത് മന്ത്രിയല്ലാതിരിക്കുന്ന രമേശ് ചെന്നിത്തല കൂടിപ്പോയ 1 വർഷത്തിനുള്ളിൽ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് അയാൾ BJPയിലോട്ട് പോകും. അവിടെ റെഡ് കാർപ്പറ്റ് വെൽക്കം കിട്ടും. ഈ മധ്യ തിരുവിതാംകൂറിൽ കോൺഗ്രസിനും UDFനും കിട്ടിയ സംഭവം നേരെ താപ്പോട്ട് പോകും. ഇതാണ് ഉണ്ടാകുന്നത്. ഇതൊന്നും രാഷ്ട്രീയത്തിൽ സംഭവിക്കാതിരിക്കാം. പക്ഷെ പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ രമേശ് ഇങ്ങനൊരു തോട്ട്ഫുള്ളായിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കാൻ പറ്റില്ല എന്നെങ്ങനെ പറയാൻ സാധിക്കും? ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കാം. കാരണം രമേശിന് അറിയാവുന്ന കാര്യം, അയാൾക്കിനി കോൺഗ്രസിൽ ഫ്യൂച്ചർ ഇല്ല, അത് ഒന്നുമാകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അപ്പുറത്തോട്ട് ചാടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് കേന്ദ്രമന്ത്രിയാകാം, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാകാം. ചാൻസസ് ആർ ദെയർ. അതായത് ഞാനതാ നേരത്തെ പറഞ്ഞത്, അത്ര ഈസി അല്ല സതീശന് മുന്നോട്ട് പോകുക. ലീഗ് ഉദ്ദേശിക്കുന്ന പോലെ ഈസിയൊന്നും അല്ല ഇത് കേരളത്തിലെ ഭൂരിപക്ഷമായ ഹിന്ദു കമ്മ്യൂണിറ്റി ഇതിൻ്റെ എല്ലാ മൂവ്മെൻറ്റുകളും നോക്കുന്നുണ്ട്. ഏതൊക്കെയാണ് കാരണം ഈ പറയുന്ന സതീശൻ ഇന്ന് വരെ ഹിന്ദു കമ്മ്യൂണിറ്റി, നായർ കമ്മ്യൂണിറ്റിയെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പുറത്ത് ബൈബിള് നല്ലതാന്ന് പറയുന്നു, അപ്പുറത്ത് ഖുറാൻ നല്ലതാന്ന് പറയുന്നു. എന്നാൽ അവരെ പറ്റി എന്തെങ്കിലുമൊക്കെ അതല്ലേ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അതിനകത്തുള്ള കാര്യങ്ങളും അതായത് ഒരു ക്രിസ്ത്യൻ മുസ്ലിം ആ ഒരു സങ്കല്പത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിക്കും വലിയ പ്രശ്നമാണ്. പിന്നെ പോയി കഴിഞ്ഞാൽ അതായത് മുസ്ലിം ലീഗ് കൂടുതൽ കളിക്കുമ്പോൾ ത്രിസംഖികളുടെ എണ്ണവും കൂടും. അതായത് മനസ്സിലാക്കുക, BJP സാഹചര്യവും ശരിക്കും മുതലാക്കും. കാരണം അതിന് മുതലാക്കാൻ കഴിയുന്ന നേതാക്കൾ ഇന്ന് കേരളത്തിൽ BJPക്കില്ല. അങ്ങനൊരു നേതാവായിട്ട് രമേശ് വന്നു കഴിഞ്ഞാൽ അതവർക്ക് കിട്ടുന്ന വലിയൊരു അഡ്വാൻറ്റേജാണ്. അതവർ മുതലാക്കുക തന്നെ ചെയ്യും.